IPCക്കാരോട് മാത്രം എന്നുള്ള ടൈറ്റിൽ നിങ്ങൾക്കൊരുപക്ഷെ കൗതുകമുണ്ടാക്കിയേക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇപ്പോൾ നിരവധി അഭ്യന്തര പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. IPCയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. IPCക്കാർ അല്ലാത്ത എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഇതൊരു ബോറിംഗ് ആയി തോന്നിയേക്കാം. നിങ്ങൾ ദയവായി സ്കിപ്പ് ചെയ്യുക. IPC കുമ്പനാട് സെൻട്രൽ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാമിനെ കേരള സ്റ്റേറ്റ് കൗൺസിൽ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ആ സ്ഥാനത്തേക്ക് ദീർഘകാലം കുമ്പനാട് സെൻറ്ററിൻ്റെ സെൻറ്റർ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ഷിബു നെടുവേലിയെ നിയമിച്ചു. ഔദ്യോഗികമായി പാസ്റ്റർ ഷിബു നെടുവേലി ചുമതല ഏൽക്കുന്ന ചടങ്ങ് ഇന്നലെ നടന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസും സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ദാനിയേൽ കൊന്ന നിൽക്കുന്നതിലും മുൻ ജനറൽ പ്രസിഡന്റ് റവറൻഡ് KC ജോണും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ പ്രാർത്ഥനകൾ നടത്തിയത്. ആ ചടങ്ങിനോടനുബന്ധിച്ച് ആശംസ പറയുവാൻ അവസരം ലഭിച്ചപ്പോൾ കുമ്പനാട് സെൻറ്ററിൻ്റെ അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ചരിത്രം സന്ദർഭവശാൽ ഞാൻ ഓർപ്പിച്ചു. ഞാൻ അവിടെ പറഞ്ഞ കാര്യമൊന്ന് ചുരുക്കി പറയാം. പാസ്റ്റർ KE എബ്രഹാമിൻ്റെ സന്തത സഹചാരിയും IPC നേതൃത്വത്തിലെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനുമായിരുന്ന പാസ്റ്റർ VT തോമസ് എന്ന കുന്നത്തുംകര കുട്ടിയച്ചനായിരുന്നു അന്നത്തെ കുമ്പനാട് സെൻറ്ററിൻ്റെ സെൻറ്റർ ശുശ്രൂഷകൻ. എന്നാൽ ചില തൽപര കക്ഷികൾ അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന നടത്തുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം KE എബ്രഹാമിൻ്റെ മകനായ പാസ്റ്റർ TS എബ്രഹാമിനെ ആ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ പാസ്റ്റർ VT തോമസ് 3 തവണ ഹല്ലേലൂയ എന്ന ഉച്ചത്തിൽ പറയുകയും ആ സമയത്ത് തന്നെ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു. അന്ന് പാസ്റ്റർ VT തോമസിനെ മാറ്റി പിടിച്ചടക്കിയ കുമ്പനാട് സെൻറ്റർ ഇന്ന് IPCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സെൻറ്റർ ഇപ്പോൾ പാസ്റ്റർ TS എബ്രഹാമിൻ്റെ മകൻ പാസ്റ്റർ വത്സൻ എബ്രഹാമിൽ നിന്ന് എടുത്തു മാറ്റി ആ കുടുംബത്തിൽ ഉൾപ്പെടാത്ത ഒരാൾക്ക് നൽകിയിരിക്കുന്നു. ഇത് പാസ്റ്റർ VT തോമസിനോട് ചെയ്ത അനീതിക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. എൻ്റെ ഈ ആശംസയുടെ വീഡിയോ ക്ലിപ്പ് വ്യാപകമായി പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയും ചെയ്തു. പുതിയ തലമുറ IPCയുടെ ചരിത്രത്തിൽ VT തോമസിനെ പോലെ അവഗണിക്കപ്പെട്ട നൂറുകണക്കിന് ദൈവദാസന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർക്കാൻ ഇതൊരു കാരണമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ ചരിത്രം വ്യാജമാണെന്നും അങ്ങനെയൊന്നും അക്കാലത്ത് സംഭവിച്ചിട്ടില്ലെന്നും തങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ ചിലരുടെ വോയിസ് ക്ലിപ്പുകൾ എനിക്കും ആരൊക്കെയോ ഫോർവേഡ് ചെയ്തു തന്നു. ഈ വിഷയത്തിൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നും എന്താണ് ചരിത്ര വസ്തുത എന്നും ഒരു അന്വേഷണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നടത്തുവാൻ ശ്രമിക്കുന്നത്. 2018 കുമ്പനാട് കൺവെൻഷനിൽ വെച്ച് ഞാൻ രചിച്ച IPC ചരിത്രവും പാസ്റ്റർ VT തോമസും എന്ന ജീവചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് പാസ്റ്റർ VT തോമസിൻ്റെ കൊച്ചുമകൻ പാസ്റ്റർ ഫിലിപ്പി തോമസാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ കൂടെ IPCയുടെ ഭരണചക്രം തിരിക്കുന്നവരിൽ ഒരാൾ. ഏകദേശം 2 വർഷം നീണ്ട ഗവേഷണത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയും കണ്ടെത്തിയ വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പുസ്തക രചന പൂർത്തിയാക്കിയത്. ആ പുസ്തകത്തിൻ്റെ രചനാകാലത്ത് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വലിയ അസ്വസ്ഥത പ്രകടമായിരുന്നു. പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പുസ്തകം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടും ലക്ഷക്കണക്കിന് രൂപ മാനനഷ്ടമായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാസ്റ്റർ TS എബ്രഹാമിൻ്റെ ഇളയ മകൾ ഷേർലി ചാക്കോ തിരുവല്ല മുൻസിഫ് കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പറയാം. 2018 ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയ ചരിത്രത്തിലെ പല ഭാഗങ്ങളും KE എബ്രഹാം കുടുംബത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നവയായിരുന്നു. അതിലൊരു വിഷയമായിരുന്നു പാസ്റ്റർ KE എബ്രഹാം ഇടക്കാലത്ത് പെന്തക്കോസ്ത് വിശ്വാസം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നത്. അതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ ഞാൻ പരാമർശിക്കാം. ഈ പുസ്തകത്തിൽ ഇപ്പോൾ വിവാദമായ പാസ്റ്റർ VT തോമസുമായി ബന്ധപ്പെട്ട കുമ്പനാട് സെൻറ്ററുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഇത് പ്രയോജനപ്പെട്ടേക്കും.
ഒരു കാര്യം കൂടെ, IPCയുടെ മാത്രമല്ല കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ആരംഭ കാലഘട്ടത്തിലെ കൃത്യവും സത്യസന്ധവുമായ ചരിത്രം ഒരു പ്രസ്ഥാനത്തോടും പ്രത്യേക താല്പര്യങ്ങളില്ലാതെ ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു IPCക്കാരനായതുകൊണ്ട് മറ്റ് സഭകളുടെ ചരിത്രം എഴുതിയപ്പോൾ അല്പം ബയസ്ഡായി പോകാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സഭാ ലീഡേഴ്സ് എല്ലാം ഈ പുസ്തകം വായിച്ചവർ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏതാനും ചില കോപ്പികൾ കൂടെ ഇപ്പോൾ ലഭ്യമാണ്. ചരിത്രത്തിൽ, പെന്തക്കോസ്ത് സഭകളുടെ ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ളവർ ഇതോടൊപ്പം നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ പുസ്തകം അയച്ചു തരുന്നതാണ്. 200 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. പോസ്റ്റേജ് ഉൾപ്പെടെ 250 രൂപ അയക്കുന്നവർക്ക് ഈ പുസ്തകം തപാൽ വഴി അയച്ചു തരുന്നതാണ്. ഇനി പുസ്തകത്തിലെ ചില പേജുകളിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IPCക്കാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഇത് അല്പം നീണ്ട വീഡിയോയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇതാണ് ഞാൻ പ്രസിദ്ധീകരിച്ച പാസ്റ്റർ VT തോമസിൻ്റെ ജീവചരിത്ര പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 209-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായന ആരംഭിക്കുന്നത്. അതിൻ്റെ ഏകദേശം അവസാന ഭാഗമാണ്. അതിനൊരു സബ് ടൈറ്റിൽ നൽകിയിരിക്കുന്ന കുമ്പനാട് സെൻട്രൽ പാസ്റ്റർ സ്ഥാനം എന്നുള്ളതാണ്. അമേരിക്കയിലേക്ക് പോകുന്നതുവരെ കുമ്പനാട് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ VT തോമസ്. അതായത് 1968 അദ്ദേഹം തൻ്റെ മകൻ താമസിക്കുന്ന സിയാറ്റിലേക്ക് ഒരു സന്ദർശനം നടത്തി. ആ സന്ദർശന സമയത്ത് അദ്ദേഹം കുമ്പനാട് സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കെയാണ് അദ്ദേഹം തൻ്റെ ആദ്യ അമേരിക്കൻ യാത്ര നടത്തുന്നത്. അദ്ദേഹം പോയതോടെ കുമ്പനാട് സെൻറ്ററിൻ്റെ ശുശ്രൂഷക സ്ഥാനത്തേക്ക് പാസ്റ്റർ TT വർഗീസിനെ, അതായത് പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ ഭാര്യാപിതാവ് ഡോക്ടർ TV തോമസിൻ്റെ പിതാവാണ് പാസ്റ്റർ TT വർഗീസ് എന്ന കുഞ്ഞു വർഗീസ്. അപ്പോൾ അദ്ദേഹത്തെ VT തോമസിന് പകരം, അതായത് കുന്നത്തുങ്കര കുട്ടിയച്ചന് പകരം കുമ്പനാട് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി നിയമിച്ചു. പാസ്റ്റർ K എബ്രഹാമാണ് ഈ നിയമനം നടത്തിയത്. ഇങ്ങനെ ഒരു നിയമനത്തെക്കുറിച്ച് എന്നാൽ പാസ്റ്റർ VT തോമസിനോട് അദ്ദേഹം പറഞ്ഞിരുന്നേയില്ല, അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. തന്നോട് ആലോചിക്കാതെ ഇത്തരമൊരു തീരുമാനമെടുത്തതിൽ സ്വാഭാവികമായും പാസ്റ്റർ K എബ്രഹാമിനോട് അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ പാസ്റ്റർ VT തോമസ് ഇക്കാര്യത്തിൽ മൗനമായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ IPCയിലെ രീതികൾ അറിയാവുന്ന അദ്ദേഹം തൻ്റെ സെൻട്രൽ പാസ്റ്റർ സ്ഥാനം തിരികെ ചോദിച്ചു. ഇതല്പം ടെൻഷൻ ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു. ജീവിതകാലം മുഴുവൻ താൻ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ച, കൂടെ നിന്ന പാസ്റ്റർ K എബ്രഹാമിൽ നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായതിൽ അദ്ദേഹം തികച്ചും അസ്വസ്ഥനായിരുന്നു. സത്യത്തിൽ K എബ്രഹാം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ പദ്ധതിയൊന്നും ആയിരുന്നില്ല ഇത്. കുമ്പനാട്ട് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി വളർച്ച പ്രാപിക്കുന്ന ഒരു കൂട്ടം സ്തുതിപാഠകരും നേതൃത്വകാംക്ഷികളും അപ്പോഴേക്കും പ്രബലരായി കഴിഞ്ഞിരുന്നു. അവരിൽ ചിലർ VT തോമസിൻ്റെ ആഭാവത്തിൽ തന്ത്രപൂർവം കരുക്കൾ നീക്കുകയായിരുന്നു. K എബ്രഹാമിൽ നിർണായക സ്വാധീനമുള്ള VT തോമസ് ഈ ഗ്രൂപ്പിൻ്റെ പല നടപടികൾക്കും എതിരായിരുന്നു. തന്നെ തെറ്റിദ്ധരിപ്പിച്ച് എതിർ ഗ്രൂപ്പിനെതിരെ കള്ളക്കേസ് കൊടുപ്പിച്ച സമയം മുതൽ ഈ ആളുകളെ VT തോമസ് അകറ്റി നിർത്തുകയും അവരുടെ പല നീക്കങ്ങളുടെയും അപകടത്തെക്കുറിച്ച് K എബ്രഹാം സാറിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കാലഘട്ടം ആയപ്പോഴേക്കും K എബ്രഹാമിൻ്റെ തീരുമാനങ്ങളിൽ അമിതമായ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ പാസ്റ്റർ TS എബ്രഹാം ഉൾപ്പെടെ മറ്റു പലർക്കും സാധിച്ചിരുന്നു. ഏതായാലും തൻ്റെ സെൻട്രൽ പാസ്റ്റർ സ്ഥാനം തിരികെ ലഭിക്കേണ്ടതിന് വേണ്ടി VT തോമസ് ഉറച്ചു നിന്നതോടെ മറുഭാഗം പുതിയൊരു നിർദ്ദേശം K എബ്രഹാമിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. കുമ്പനാട് സെൻറ്ററിനെ വിഭജിച്ച് പന്തളവും കോഴഞ്ചേരിയും ഒക്കെ ചേർത്ത് പുതിയൊരു സെൻറ്റർ ഉണ്ടാക്കുകയും ആ സെൻറ്റർ VT തോമസിന് നൽകുകയും ചെയ്യാമെന്നതായിരുന്നു ഫോർമുല. അതായത് സഭാസ്ഥാനം ഇരിക്കുന്ന കുമ്പനാടും പരിസരങ്ങളും ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലങ്ങൾ VT തോമസിന് കൊടുക്കാമെന്നാണ് അവർ വെച്ച നിർദ്ദേശം. അങ്ങനെ സെൻറ്ററിനെ വെട്ടിമുറിക്കുന്നതിൽ താല്പര്യമില്ലാതിരുന്ന VT തോമസ് ആ ഫോർമുല തള്ളിക്കളഞ്ഞു. TT വർഗീസ് എന്ന ദൈവദാസന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അദ്ദേഹവും എന്നോടൊപ്പം കുമ്പനാട് സെൻറ്ററിൻ്റെ പാസ്റ്ററായി തുടരട്ടെ എന്ന നിർദ്ദേശം VT തോമസ് തന്നെ മുൻപോട്ട് വെച്ചു. അങ്ങനെ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു.
അതായത് വത്സൻ എബ്രഹാമിൻ്റെ ഭാര്യാപിതാവിൻ്റെ പിതാവിനും ഉൾപ്പെടെ ഇവരിരുവരും ചേർന്ന് ഒന്നിച്ച് സെൻറ്ററിൻ്റെ ചുമതല മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഒരു തീരുമാനമെത്തും. ഈ പുസ്തകത്തിൻ്റെ 27-ാം അധ്യായമാണ് ഇനിയുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടെ കേൾക്കുമ്പോഴേ ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പാസ്റ്റർ വി ടി തോമസിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷാ ജീവിതം അല്പം മാനസിക സംഘർഷങ്ങളുടേതായിരുന്നു. കുമ്പനാട് സെൻട്രൽ ശുശ്രൂഷകൻ എന്ന നിലയിലുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്ക് ചിലരുടെ ബോധപൂർവമായ ഇടപെടലൂടെ തടസ്സം നേരിട്ടു എന്നത് ആ ദൈവദാസന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. താൻ ജീവൻ കൊടുത്ത ആത്മാർത്ഥതയോടെ ആർക്കു വേണ്ടി നിന്നുവോ അവർ തന്നെ അവഗണിക്കുന്നതും അദ്ദേഹത്തെ നിരാശനാക്കി. അതായത് IPCയിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ 2 ഭിന്നതാ കാലത്തും പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ കൂടെ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു പാസ്റ്റർ വി ടി തോമസ്. അങ്ങനെ ഉറച്ചു നിന്ന അദ്ദേഹത്തെ തന്നെ അവർ അവഗണിക്കുന്നു എന്നത് അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും എഴുതുകയും ചെയ്തിരിക്കുന്നത്. 1968 അമേരിക്കൻ യാത്രയ്ക്ക് മുൻപ് തന്നെ IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം വി ടി തോമസിന് നഷ്ടമായി കഴിഞ്ഞിരുന്നു. ജനറൽ പ്രസിഡൻ്റായ പാസ്റ്റർ കെ എബ്രഹാം തന്നെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ പദവിയും ഏറ്റെടുത്തു. അത്തവണ TG ഉമ്മനാണ് കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായത്. CK ദാനിയേൽ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി. പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ വി ടി തോമസിനെ ട്രഷററായും നിയമിച്ചു. ഈ നീക്കങ്ങളുടെ പശ്ചാത്തലം 1966 ഉണ്ടായ ഭിന്നതാ പരിഹാരത്തെ തുടർന്ന് പാസ്റ്റർ TG ഉമ്മനെ കൂടെ ഭരണരംഗത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നതുകൊണ്ടാണ്. എന്നാൽ ജനറൽ പ്രസിഡന്റ് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് പദവി കൂടെ ഏറ്റെടുത്ത് പാസ്റ്റർ വി ടി തോമസിനെ മാറ്റിയതിൻ്റെ പിന്നിലുള്ള പ്രേരണ ആരുടെ ബുദ്ധിയാണെന്ന് വ്യക്തമല്ല. 1970 ജനറൽ IPCയുടെ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ പാസ്റ്റർ വി ടി തോമസിനുണ്ടായിരുന്ന ജനറൽ വൈസ് പ്രസിഡന്റ് പദവിയും നഷ്ടമായി. അദ്ദേഹത്തിന് പകരം വൈസ് പ്രസിഡൻ്റായി പാസ്റ്റർ പരഞ്ജ്യോതിയെ കൊണ്ടുവരികയായിരുന്നു. അധികാരമോ ഔദ്യോഗിക പദവികളോ ഒന്നും തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അനിവാര്യമായി കണക്കാക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. എന്നാൽ തനിക്കെതിരെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി കരുക്കൾ നീക്കുന്നു എന്നതും കെ എബ്രഹാം ആ കാര്യങ്ങളിൽ മൗനം അവലംബിക്കുന്നു എന്നതും അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ അസുഖകരമായ നിലയിൽ പുരോഗമിക്കുമ്പോഴാണ് കുമ്പനാട് സെൻട്രൽ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് പാസ്റ്റർ വി ടി തോമസിനെ പുറത്താക്കാനുള്ള പദ്ധതി അണിയറയിൽ ഒരുങ്ങിയത്. കുമ്പനാട് സെൻട്രൽ പാസ്റ്റർ ആയി കെ എബ്രഹാമിൻ്റെ മകൻ പാസ്റ്റർ TS എബ്രഹാമിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുമ്പനാട് സെൻട്രലിലെ സഭകളിൽ നിന്നെല്ലാം ഒപ്പുശേഖരണം നടത്തി. കെ എബ്രഹാം പറഞ്ഞു വിട്ടതനുസരിച്ചാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഒരു സംഘം ആളുകൾ ശുശ്രൂഷകന്മാരെ സമീപിച്ച് ഒപ്പിടുവിച്ചത്. സത്യത്തിൽ കെ എബ്രഹാമിന് ഈ കാര്യത്തിൽ മനസ്സറിവുണ്ടായിരുന്നോ എന്നറിയില്ല. ഏതായാലും ഒപ്പിടൽ നടക്കുന്ന കാര്യം പാസ്റ്റർ വി ടി തോമസ് അറിഞ്ഞു. താൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ സെൻറ്ററിലെ ശുശ്രൂഷകന്മാർക്കെല്ലാം മനോഹരമായ ഓരോ ഫൗണ്ടൻ പേന സമ്മാനമായി നൽകിയിരുന്നു. താൻ സമ്മാനമായി നൽകിയ പേന കൊണ്ടാണല്ലോ എല്ലാവരും തന്നെ മാറ്റുവാനായി ഒപ്പിട്ടതെന്ന് അദ്ദേഹം പകുതി തമാശയായി പറയുകയും ചെയ്തു. ഇതിനിടെ പാസ്റ്റർ വി ടി തോമസിന് തന്നോട് അല്പം വിഷമമുണ്ടെന്നും അകൽച്ചയുണ്ടെന്നും തിരിച്ചറിഞ്ഞ പാസ്റ്റർ കെ എബ്രഹാം വി ടി തോമസിൻ്റെ വീട്ടിൽ ആളെ വിട്ട് ഒരു സന്ദേശം നൽകി. നാളെ, അതായത് 1970 ആഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണത്തിനായി ഞാൻ കുട്ടിയച്ഛൻ്റെ വീട്ടിലേക്ക് വരും. ഭക്ഷണം തയ്യാറാക്കി വെക്കണം എന്നതായിരുന്നു ആ സന്ദേശം. പാസ്റ്റർ വി ടി തോമസിന് അതൊരു ശുഭകരമായ വാർത്തയായി തോന്നി. കെ എബ്രഹാം സാർ വന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ മാറുമല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഏതായാലും ഭാര്യ ഏലിയാമ്മയെ കൊണ്ട് പാസ്റ്റർ കെ എബ്രഹാമിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളോടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെച്ച് അദ്ദേഹം കാത്തിരുന്നു. പക്ഷെ കെ എബ്രഹാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓതറയിലെത്തിയില്ല. ഈ ദിവസങ്ങളിൽ പാസ്റ്റർ വി ടി തോമസ് ദേഹരക്ഷ ചെയ്ത് പഥ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. പഥ്യമൊന്നും നോക്കാതെ സാറിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ച് കാത്തിരിപ്പ് ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് കുമ്പനാട്ടിൽ നിന്ന് ഒരാൾ വീട്ടിൽ വന്നു.
സാറിന് ഡ്രൈവർ ഇല്ലാത്തതിനാലാണ് വരാൻ പറ്റാതിരുന്നത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. കെ എബ്രഹാം അവിടെ ചെല്ലാതിരിക്കാൻ ചിലർ ബോധപൂർവം സാറിനെ തടയുകയായിരുന്നു. കാരണം അങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടായാൽ അവരുടെ പദ്ധതികൾ പൊളിയുമായിരുന്നു. ഒരുപക്ഷെ അന്ന് കെ എബ്രഹാം ഓതറയിൽ എത്തിയിരുന്നെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് മഞ്ഞുരുകുകയും മുമ്പോട്ട് പോവുകയും ചെയ്തേനെ എന്ന് അനുമാനിക്കുകയേ നമുക്കിപ്പോൾ നിവൃത്തിയുള്ളൂ. ഏബ്രഹാം സാർ തൻ്റെ വീട്ടിലേക്ക് വരുന്നത് വേണ്ടെന്ന് വെച്ചതോടെ സമവായ സാധ്യതകൾ അവസാനിച്ചു എന്ന് ബുദ്ധിമാനായ പാസ്റ്റർ VT തോമസ് തിരിച്ചറിഞ്ഞു. ഇനി താൻ നേതൃത്വ രംഗത്ത് തുടരുന്നതും ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതും പലർക്കും അലോസരമുണ്ടാക്കും. കുമ്പനാടിൻ്റെ പൊതുരീതി അനുസരിച്ച് ക്രൂരമായ അവഗണനയ്ക്ക് താൻ വിധേയനായേക്കാം. അതുകൊണ്ട് ഇനി എന്തു ചെയ്യണം? ദീർഘനേരം അദ്ദേഹം ചിന്തിച്ചു. പതിവുള്ള ഉച്ചയുറക്കം വേണ്ടെന്ന് വെച്ച് മൂത്ത മകൻ CT തോമസിന് ഒരു കത്തെഴുതി. ഈ CT തോമസ് അന്ന് കൽക്കട്ടയിലാണ്. ആ കത്തിൽ IPCയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഇനി എന്ത് നിലപാടെടുക്കണമെന്ന് മകനോട് ഉപദേശം ചോദിക്കുകയും ചെയ്തു. അവസാനമായി ഇനി IPCയിൽ ശുശ്രൂഷ രംഗത്ത് തുടരുന്നില്ലെന്നും സ്വന്തമായി ലിറ്ററേച്ചർ മിനിസ്ട്രി ആരംഭിച്ച് സകലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം എഴുതി. തനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല സുഖമില്ലെന്നും പ്രാർത്ഥിക്കണമെന്നും സൂചിപ്പിച്ചു. സമയം വൈകിക്കാതെ അന്ന് തന്നെ കത്ത് പോസ്റ്റ് ചെയ്തു. അതേ ദിവസം ശനിയാഴ്ച, അതായത് കെ എബ്രഹാം തൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് വരാതിരുന്ന അതേ ദിവസം ശനിയാഴ്ച രാത്രി കുമ്പനാട്ട് അസാധാരണവും അടിയന്തരവുമായൊരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ പാസ്റ്റർ TT വർഗീസിനോടൊപ്പം, അതായത് കുഞ്ഞു വർക്കിച്ചൻ എന്ന് പറയുന്ന കുന്നത്തുങ്കര കുട്ടിയച്ചനോട് ചേർന്ന് സെൻറ്ററിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ പിതാവ്. ആ മീറ്റിങ്ങിൽ പാസ്റ്റർ TT വർഗീസിനോടൊപ്പം കുമ്പനാട് സെൻറ്റർ സഹശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ രണ്ടുപേർ ഒരേപോലെ ശുശ്രൂഷന്മാരാണ്. ഒരാളേക്കാൾ താഴെയല്ല, രണ്ടുപേരും ഒരേ പദവിയിലാണ്. പാസ്റ്റർ VT തോമസും ഈ കുഞ്ഞുവർക്കിച്ചൻ എന്ന് പറയുന്ന പാസ്റ്റർ TT വർഗീസും ഒരേപോലെ സെൻറ്റർ പാസ്റ്റർമാരായിരിക്കുന്നിടത്ത് ഇവിടെ അന്ന് രാത്രി സംഭവിക്കുന്നത് പാസ്റ്റർ TS എബ്രഹാമിനെ നിയമിച്ചുകൊണ്ടുള്ള പ്രമേയം അവർ പാസാക്കി. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആരും സെൻറ്റർ ശുശ്രൂഷകനായ VT തോമസിനെ അറിയിച്ചിരുന്നില്ല. രാത്രി 11 മണി കുമ്പനാട്ട് നിന്ന് ഒരാൾ ഓടിക്കിതച്ച് പാസ്റ്റർ VT തോമസിൻ്റെ ഭവനത്തിലെത്തി. കുമ്പനാട്ട് നടന്ന യോഗത്തെക്കുറിച്ചും പാസ്റ്റർ VT തോമസിനെ സെൻറ്റർ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായും മറ്റൊരാളെ പകരം നിയമിച്ചതായും ആ സഹോദരൻ അറിയിച്ചു. ഈ വാർത്ത കേട്ടതും പാസ്റ്റർ VT തോമസ് കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ കട്ടിലിലേക്ക് കുഴഞ്ഞു വീണു. ഉടനെ തന്നെ തട്ടയ്ക്കാട് നിന്നും ഡോക്ടറെ വരുത്തി. അദ്ദേഹം വന്നെങ്കിലും കാര്യമായി ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. പുലർച്ചെ 3 മണിയോടെ മഹാനായ ദൈവദാസൻ്റെ ഇഹലോക ജീവിതവും ശുശ്രൂഷയും അവസാനിപ്പിച്ച് ആത്മാവ് അതിൻ്റെ ഉടയവെങ്കിലേക്ക് യാത്രയായി. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിനായും IPCക്കായും ജീവിച്ച പ്രഗത്ഭനായ സഭാ നേതാവിൻ്റെ അന്ത്യം അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ഇന്നത്തെ പോലെ ചികിത്സാ സൗകര്യങ്ങളില്ലാതിരുന്ന ആ കാലത്ത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക അസാധ്യമായിരുന്നു. മാത്രവുമല്ല, വിശ്വാസ ജീവിതം ആരംഭിച്ച നാൾ മുതൽ അദ്ദേഹം മരുന്ന് ഉപയോഗിച്ചിരുന്നില്ല. കഠിനമായ രോഗങ്ങൾ വന്ന് മക്കൾ മരണാസന്നരായപ്പോഴും വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ വിടുതലുകൾ നൽകിയിരുന്നു. ആ രോഗദൃഢഗാത്രനും കാര്യമായ രോഗങ്ങളൊന്നും ബാധിച്ചിട്ടില്ലാത്തവനുമായ പാസ്റ്റർ VT തോമസിൻ്റെ 67-ാം വയസ്സിലെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തോടുള്ള ദൈവീക കരുതലിൻ്റെ ഭാഗമായിരുന്നുവെന്ന് ആത്മീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് ബോധ്യമായേക്കാം. കാരണം IPCയിൽ കുമ്പനാട് കേന്ദ്രീകരിച്ച് മാറി വരുന്ന അധികാര സമവാക്യങ്ങളിൽ അപമാനിതനാകാൻ അനുവദിക്കാതെ ദൈവം അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു എന്ന് വിലയിരുത്തുന്നതിൽ തെറ്റില്ല.
പാസ്റ്റർ വി ടി തോമസിൻ്റെ മരണം ഉൾക്കൊള്ളുവാനാകാതെ IPCയുടെ മുൻനിര നേതാക്കൾ വിതുമ്പി. 35 ദീർഘവർഷങ്ങൾ സഭാ നേതൃത്വത്തിൽ ഒന്നിച്ച് സഹകരിച്ച കുട്ടിയച്ഛൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനെത്തിയ പാസ്റ്റർ TG ഉമ്മന് സ്വയം നിയന്ത്രിക്കാനായില്ല. ഏത് പ്രതിസന്ധികളിലും ഇളകാതെ ഉറച്ചു നിന്നിരുന്ന അദ്ദേഹം പന്തലിൻ്റെ തൂണിൽ പിടിച്ചു നിന്ന് വാവിട്ട് നിലവിളിച്ചു. ആ കാഴ്ച അവിടെ കൂടിയിരുന്ന എല്ലാവരെയും തകർത്തു. പിന്നീട് TG ഉമ്മൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ 2 തവണയെ വാവിട്ട് നിലവിളിച്ചിട്ടുള്ളൂ. അതിലൊന്ന് എൻ്റെ മരുമകൻ ബോട്ടപകടത്തിൽ മരിച്ചപ്പോഴാണ്, പിന്നെ പ്രിയ കുട്ടിയച്ഛൻ്റെ വിയോഗത്തിൽ. അങ്ങനെ ആ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വായിച്ചു കേട്ട ഭാഗങ്ങളെല്ലാം ഒന്നിലധികം തവണ പാസ്റ്റർ തോമസിൻ്റെ പുത്രനായ ഇപ്പോൾ സിയാറ്റിൽ താമസിക്കുന്ന റവറൻഡ് CT ചെറിയാൻ വായിച്ച് ബോധ്യപ്പെട്ടതും പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അംഗീകാരം നൽകിയതുമാണ്. അദ്ദേഹമാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് പ്രതിഫലം നൽകിയതും പബ്ലിഷിങ്ങിൻ്റെ ചെലവുകൾ വഹിച്ചതും. കൂടാതെ പാസ്റ്റർ വി ടി തോമസിൻ്റെ കൊച്ചുമകനായ പാസ്റ്റർ ഫിലിപ്പി തോമസ് ഇതിൻ്റെ പ്രൂഫ് വായിച്ച് അംഗീകരിച്ചതാണ്. ഞാൻ പറഞ്ഞതും എഴുതിയതും വസ്തുതാവിരുദ്ധമാണെങ്കിൽ തിരുത്തേണ്ടത് അവർ ഇരുവരുമാണ്. അവർ ഇരുവരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ താമസിക്കുന്ന റവറൻഡ് റോയ് വാകത്താനമിട്ട ഒരു വോയിസ് ക്ലിപ്പ് കൂടെ നിങ്ങൾ കേൾക്കുക. പാസ്റ്റർ വി ടി തോമസിന്റെ ആകസ്മിക വിയോഗവും അതിനോട് ബന്ധപ്പെട്ട് പാസ്റ്റർ സാംകുട്ടി ചാക്കോ നടത്തിയ പ്രസ്താവനയും അതിൻ്റെ പിന്നാലെ പാസ്റ്റർ KC ജോൺ നൽകിയ ഒരു ക്ലിപ്പും, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ഇടുന്നത്. എൻ്റെ പേര് പാസ്റ്റർ റോയ് വാകത്താനം. പാസ്റ്റർ സാംകുട്ടി പറഞ്ഞ കാര്യം ഒരു പുതുമയുള്ള കാര്യമായിരിക്കുന്നില്ല. 2018 കുന്നത്തുങ്കര കുട്ടിയച്ഛൻ ഉപദേശിയെക്കുറിച്ചുള്ള പുസ്തകം പാസ്റ്റർ സാംകുട്ടി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം പ്രകാശനം ചെയ്തത് 2018 ജാനുവരിയിലെ കുമ്പനാട് കൺവെൻഷനിലാണ്. ആരാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ 215, 216 സാംകുട്ടി എഴുതി അവസാനിപ്പിക്കുന്നത് ഈ 215, 216 പേജുകളാണ്. ആ പറയുന്ന പേജുകളിൽ പാസ്റ്റർ സാംകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അതുപോലെ തന്നെ അന്ന് അദ്ദേഹം എഴുതി ഇട്ടിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം സാംകുട്ടി നടത്തിയ പ്രസ്താവനയിൽ ഒരു പിശക് പറ്റിയത് പാസ്റ്റർ വി ടി തോമസിനെ നീക്കി പാസ്റ്റർ TS എബ്രഹാമിനെ കുമ്പനാട് സെന്ററിന് ചുമതല ഏൽപ്പിക്കുന്നു എന്ന ഒരു പ്രസ്താവന നടത്തി. അതങ്ങനല്ല പാസ്റ്റർ സാംകുട്ടി എഴുതിയിരിക്കുന്നത്. പാസ്റ്റർ സാംകുട്ടിയുടെ പുസ്തകത്തിൽ പറയുന്നത് പാസ്റ്റർ TT വർഗീസിനോടൊപ്പം, അതായത് കുഞ്ഞു വർക്കിച്ചൻ കുഴിക്കാല, അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹശുശ്രൂഷകനായി പാസ്റ്റർ TS എബ്രഹാമിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ളത് അതാണ്. ഈ വാർത്ത കുന്നത്തുങ്കര കുട്ടിയച്ഛൻ ഉപദേശി അറിയിക്കുന്നു. ഇതൊരു ശനിയാഴ്ചയാണ്. ആ രാത്രിയിൽ കുന്നത്തുങ്കര കുട്ടിയച്ഛൻ ഉപദേശി ആ അറിയിപ്പ് കിട്ടുന്ന ഉടൻ 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കുഴഞ്ഞ് വീണ് മരിക്കുന്നു. ഇത് പാസ്റ്റർ സാംകുട്ടി, വീണ്ടും ഞാൻ പറയട്ടെ, 2018 പ്രസിദ്ധീകരിച്ച പാസ്റ്റർ വി ടി തോമസ് IPC ചരിത്രവും പാസ്റ്റർ വി ടി തോമസും കുന്നത്തുങ്കര കുട്ടിയച്ഛൻ എന്ന പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എനിക്ക് ഈ വിഷയത്തിലുള്ള ഒരഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യം, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അന്ന് IPCയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹം സെക്രട്ടറി അല്ല, പാസ്റ്റർ ഫിലിപ്പി തോമസ്, കുന്നത്തുങ്കര കുട്ടിയച്ഛൻ ഉപദേശിയുടെ കൊച്ചുമകൻ. അദ്ദേഹമാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് പ്രധാനമായും പ്രേരണ നൽകിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ ഫിലിപ്പി തോമസ് തൻ്റെ ഒരു കുറിപ്പ് ഇതേ പുസ്തകത്തിൻ്റെ 237, 38, 39 പേജുകളിലുണ്ട്. പാസ്റ്റർ ഫിലിപ്പി തോമസ്
തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: വിവാദങ്ങൾ കഴിവതും ഒഴിവാക്കിയും പറയേണ്ടത് പറഞ്ഞും ഈ ചരിത്ര രചന നടത്തിയ പാസ്റ്റർ സാംകുട്ടി ചാക്കോയോട് പ്രത്യേക നന്ദി പറയുന്നു. ചില അപ്രിയ സത്യങ്ങൾ ചിലരെ പ്രകോപിപ്പിച്ചത് സ്വാഭാവികമാണ്. ആരോടും പരിഭവവും പരാതിയും ഇല്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, പാസ്റ്റർ സാംകുട്ടി ഈ പുസ്തകം രചിക്കുന്നത് വ്യക്തമായ രേഖകളുടെയും കുടുംബാംഗങ്ങളോടും മറ്റും സംസാരിച്ചതിൻ്റെയൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അദ്ദേഹം ഈ പുസ്തകം രചിക്കുന്നു. ആ രചനയെ പൂർണ്ണമായും എൻഡോഴ്സ് ചെയ്തുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നത്തെ നമ്മുടെ ജനറൽ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഫിലിപ്പി തോമസ് നടത്തിയത്. ഇവിടെ പാസ്റ്റർ സാംകുട്ടി ചാക്കോ നടത്തിയ പ്രസ്താവന ശരിയല്ല എന്ന് ആധികാരികമായി പറയേണ്ട പ്രധാനപ്പെട്ടയാൾ പാസ്റ്റർ ഫിലിപ്പി തോമസ് ആണ് എന്നാണ് എൻ്റെ നിലപാട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പുസ്തകത്തിലുള്ള കാര്യമാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിൻ്റെ പ്രധാന ആൾ പാസ്റ്റർ ഫിലിപ്പി തോമസ് ആണ്. ഗ്രന്ഥകാരനെ അദ്ദേഹം പ്രശംസിച്ചു തന്നെയാണ് ഈ പുസ്തകത്തിൽ തൻ്റെ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാസ്റ്റർ ഫിലിപ്പി തോമസിന് ഈ വിഷയത്തെക്കുറിച്ച് സാംകുട്ടി പറഞ്ഞത് ശരിയല്ല എങ്കിൽ അദ്ദേഹം അത് പറയട്ടെ. അല്ലെങ്കിൽ പാസ്റ്റർ ഫിലിപ്പി തോമസ് തൻ്റെ നിലപാട് ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിത് ആരെയും ഹർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലിപ്പല്ല. ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എനിക്ക് കുന്നത്തങ്കര കുട്ടിയച്ചൻ ഉപദേശിയുടെ കുടുംബവുമായി എൻ്റെ വൈഫ് വഴി എനിക്കൊരു ബന്ധമുണ്ട്. അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖാമൂലം പുസ്തകത്തിലുള്ള കാര്യങ്ങളും ആ നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ നടത്തുന്നത്. എനിക്കറിയാം ഈ ക്ലിപ്പ് ഫോർവേഡ് ചെയ്ത് പല ഗ്രൂപ്പിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് പ്രാരംഭത്തിൽ എൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.